ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ദൈവദിന ഭാഗം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യഭാഗമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. നമുക്ക് ഈ വചനത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല ദൈവമേ, പരിശുദ്ധനായ സ്വർഗീയ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ സമയത്ത് ഈ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് ഈ വചനത്തെ അങ്ങ് തന്നെ ഞങ്ങൾക്ക് നുറുക്കി തരണം, ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും പാടുവാനും ദൈവമേ സ്തുതിക്കുവാനും തന്ന കൃപയ്ക്കായി സ്തോത്രം. പാടിയവരെയും പ്രാർത്ഥിച്ചവരെയും അനുഗ്രഹിക്കണം. തുടർന്ന് ദൈവത്തിനെ കേൾക്കുന്നവരെ ഏറ്റവും അധികമായി അങ്ങ് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. യേശുവിനും നാമത്തിൽ തന്നെ ആമേൻ. നമ്മള് ഈ വേദപുസ്തക ഭാഗത്തെ പരിശോധിക്കുമ്പോൾ എബ്രായ ലേഖനം എഴുതിയത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. ഒരുപക്ഷെ 1-ാം നൂറ്റാണ്ടിൽ വളരെ ശക്തമായ മതമർദ്ദനങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ സഭയ്ക്കെതിരായി ശക്തമായി ഭരണകൂടങ്ങൾ നിലകൊള്ളുകയും വിശ്വാസത്യാഗം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് ഈ എബ്രായ ലേഖനം എഴുതുന്നത് എന്നത് വാസ്തവമായ ഒരു കാര്യമാണ്. എബ്രായ ലേഖനം എഴുതപ്പെടുമ്പോൾ ഈ ശക്തമായ വിശ്വാസത്യാഗമുള്ളത് കൊണ്ട് അതിന്റെ പിന്നിലെ കാരണം എന്താണെന്നുള്ളത് ഇത് എഴുതിയ ഗ്രന്ഥകാരന് നന്നായി അറിയാം. വിശ്വാസത്യാഗം എപ്പോഴും ഉണ്ടാകുന്നത് ജീവിതം പ്രതികൂലത്തിലാകുമ്പോഴാണ്, പ്രതിസന്ധിയിലാകുമ്പോഴാണ്, അല്ലെങ്കിൽ തന്റെ വിശ്വാസത്തെ ത്യജിച്ചു കളയത്തക്കവണ്ണം നിരവധി പീഡനങ്ങൾ, നിരവധി ഒറ്റപ്പെടലുകൾ, കുറ്റപ്പെടുത്തലുകൾ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ വിശ്വാസത്യാഗം പലരുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. എന്താണ് വിശ്വാസത്യാഗം എന്നറിയാമല്ലോ. പ്രാർത്ഥനയില്ലാതിരിക്കുക, ജീവിതത്തിൽ ദൈവത്തോട് പഴയ ബന്ധം തുടരാതിരിക്കുക, വേദോസം വായിക്കാതിരിക്കുക, ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിക്കാതിരിക്കുക, അങ്ങനെ വിശ്വാസത്യാഗം സംഭവിക്കുന്നതിന്റെ നടുവിൽ എഴുതപ്പെട്ട ഒരു ലേഖനമാണ് ഇത് എന്ന് കരുതപ്പെടുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് വളരുന്നതായി കാണപ്പെടണമെന്നില്ല. മനുഷ്യർക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണ് പലതിനെ കുറിച്ചും. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താകുന്നത് നമുക്ക് പലപ്പോഴും പലരുടെ ജീവിതത്തിലെയും അനുഭവമാണ്. നമ്മുടെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷിച്ചത്, പ്രത്യാശിച്ചത് നടക്കാതെ വന്നിട്ടുണ്ടാകാം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം, പ്രത്യാശിക്കുന്ന കാര്യം, വിശ്വസിക്കുന്ന കാര്യം സംഭവിക്കണമെങ്കിൽ അതിന് സാഹചര്യങ്ങൾ അനുകൂലമായി വരണം. ഒരു അനുകൂലമായ നിലത്ത് മാത്രമേ വിത്തിട്ടാൽ കൃഷിക്കാരന് അത് വളർന്നു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ദൈവത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിന്റെ റിസൾട്ട് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തം ലഭിച്ചാൽ, നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചൊരു കാര്യത്തിൽ മുന്നേറുവാൻ തീരുമാനിച്ചാൽ, നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിയണം. നമ്മൾ ദൈവവചനം വായിച്ചും വചനം കേട്ടും ധ്യാനിച്ചും ദൈവത്തെ ആരാധിച്ചും വിശുദ്ധമായ ജീവിതം നയിച്ച് മുൻപോട്ട് പോയാൽ നിശ്ചയമായിട്ടും നാം പ്രതീക്ഷിക്കുന്ന, പ്രത്യാശിക്കുന്ന ശുഭഭാവി നമുക്ക് കാണുവാൻ കഴിയും. പലപ്പോഴും പല മനുഷ്യർക്ക് ലഭിക്കുന്ന വാഗ്ദത്തങ്ങൾ നിറവേറാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം വാഗ്ദത്തം കേൾക്കുന്നു പോകുന്നു എന്നതിനപ്പുറം അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു ഒരു അധ്വാനം ഈ നൽകപ്പെട്ട വചനം, നൽകപ്പെട്ട വാഗ്ദത്തം പ്രാപിച്ചെടുക്കുക എന്നതിനോട് ബന്ധപ്പെട്ട് അവർ ചെയ്യുന്നത് കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ ലഭിച്ച വാഗ്ദത്തങ്ങൾ ഒരുപക്ഷെ താമസിക്കുന്നതോ ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ദൈവത്തിൽ നിന്ന് വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിലും ദൈവത്തോട് നമ്മൾ ഒന്ന് സഹകരിച്ചാൽ മാത്രമേ, പ്രത്യേകിച്ച് നമ്മുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ്, ദൈവം ഈ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന നമ്മുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസമാണ്.
നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിനെന്ന വചനം പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സ് മാറിയാൽ നമ്മൾ മാറിയെന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ മാറിയാൽ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അത്ഭുതകരമായി മാറും. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹം നമുക്ക് ലഭിക്കും. ദൈവം നിശ്ചയമായിട്ടും അത്ഭുതങ്ങൾ ചെയ്യും. പക്ഷെ സാഹചര്യങ്ങൾ മാറാതെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും കെട്ടപ്പെട്ടതുപോലെ നിൽക്കുന്നത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? നമുക്ക് വലിയ നിരുത്സാഹവും നിരാശയും നമുക്കുണ്ടാകാൻ തുടങ്ങുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ നിരുത്സാഹത്തിൽ നിന്ന് അതിന്റെ പരിണത ഫലമായിട്ട് പിന്മാറ്റത്തിലേക്ക് കടന്നു പോകുന്ന ആ പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവർ, ഇവിടെ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു ചിത്രം പോലും നമ്മുടെ മനസ്സിൽ നിന്ന് മങ്ങിപ്പോകുന്ന നിമിഷങ്ങളാണ് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ. യേശുവിനെ കുറിച്ചുള്ള ഒരു ശരിയായ ചിത്രം, യേശുവിനെ കുറിച്ചുള്ള ശരിയായ ഒരു ഇമേജ് നമ്മളിൽ സൂക്ഷിച്ചാൽ മാത്രമേ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയൂ. എബ്രായ ലേഖനകാരൻ 10-ാം അധ്യായം മുതൽ ദൈവസഭയിലുള്ള ദൈവമക്കളെ ബലപ്പെടുത്തുവാൻ വേണ്ടി ചിലത് പറഞ്ഞു തുടങ്ങുകയാണ്. നമുക്കറിയാം 10, 11, 12 അധ്യായങ്ങൾ വളരെ നിർണായകമായ ചില അധ്യായങ്ങളാണ്. 10-ാം അധ്യായത്തിൽ 31 മുതൽ അദ്ദേഹം പറയുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. അപ്പൊ അദ്ദേഹം വളരെ ശക്തിപ്പെടുത്തുകയാണ് എഴുത്തുകാരൻ. ഈ പിന്മാറ്റത്തിൽ പോകാൻ സാധ്യതയുള്ള മനുഷ്യരെ യേശു മടങ്ങി വരാൻ സമയമായിരിക്കുന്നു. എത്രയും വേഗം കർത്താവ് മടങ്ങി വരും. നമ്മുടെ പ്രശ്നങ്ങളെ അവൻ തീർച്ചയായിട്ടും ക്രമപ്പെടുത്തും എന്നുള്ള ഒരു വിശ്വാസം അവരുടെ ഉള്ളിൽ ജനിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം ആരാണ്? ക്രിസ്തുവാണ്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ യേശുവിനെ കൂടാതെ ജീവിക്കാൻ കഴിയുകയില്ല. യേശു എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരമാണ്. ഇത് മനുഷ്യർ മനസ്സിലാക്കുവോളം നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. വാസ്തവത്തിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ തന്നെ ഐഡന്റിറ്റി. നമ്മൾ 10 വർഷമായ ഒരു സഭയിൽ പോകുന്നു, 5 വർഷമായ ഒരു സഭയിൽ പാടുന്നു, 2 വർഷമായ ഒരു സഭയിൽ പ്രസംഗിക്കുന്നു. ഇങ്ങനെ വിവിധ നിലകളിലായിരിക്കാം. നമ്മൾ എന്തു പ്രസംഗിച്ചു, നമ്മൾ എന്തു പാടി, നമ്മൾ എത്ര പ്രാർത്ഥിച്ചു, അത് എത്രമാത്രം നമുക്ക് വളർച്ചയുണ്ടായി എന്നുള്ള ഒരു ടെസ്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ ശോധനകൾ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്നത്. ഇതിന്റെ പിന്നിൽ ദൈവം തന്നെയാണ്. നമ്മുടെ ഐഡന്റിറ്റി ശരിക്കും തെളിയിക്കപ്പെടേണ്ടത് അവിടെയാണ്. നമ്മൾ ഇത്ര കാലവും പ്രസംഗിച്ചതാണോ ജീവിക്കുന്നത്? പാടുന്നതാണോ നമ്മളിലെ യഥാർത്ഥ മനുഷ്യൻ? നമ്മൾ ആരാധിച്ചതാണോ നമ്മുടെ യാഥാർത്ഥ്യം? എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി നമ്മളെ ഒരു ശോധനയിലൂടെ കടത്തിവിടുകയാണ്. 11-ാം അധ്യായത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസികളുടെ ഒരു വലിയ സമൂഹത്തെ നമുക്ക് കണ്ടെടുക്കുവാൻ കഴിയും. എന്തിനാണ് ഈ ലേഖനം എഴുതിയ ലേഖനകർത്താവ് ഈ സാക്ഷികളെ ഇതിന്റെ നടുവിൽ കൊണ്ടുവരുന്നത്? നിശ്ചയമായിട്ട് ഒന്നാമത്തെ കാര്യം, എബ്രായ ലേഖനം 12-ൽ പറഞ്ഞിരിക്കുന്ന പോലെ യേശുവിന്റെ സുപ്രീമസി, യേശു ഏറ്റവും വലിയവനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ലേഖനം എഴുതുന്നത്. പ്രധാനപ്പെട്ട അതിന്റെ ലക്ഷ്യം അതാണ്. രണ്ടാമത്തെ ലക്ഷ്യം, ഇവിടെ നിരുത്സാഹപ്പെടുന്ന വിശ്വാസികളെ ബലപ്പെടുത്താൻ എ ക്ലൗഡ് ഓഫ് വിറ്റ്നസ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം. 11-ാം അധ്യായത്തിൽ നിരവധി സാക്ഷികളെ നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിന്റെ വിവിധ തുറകളിൽ, വിവിധ ഡൈമെൻഷനുകളിൽ, വിവിധ നിലവാരങ്ങളിൽ കഴിഞ്ഞവർ. അതിൽ രാജാക്കന്മാരുണ്ട്, അതിൽ സാധാരണ മുക്കുവന്മാരുണ്ട്, അതിൽ സാധാരണക്കാരായ ഒരുപക്ഷെ ആളുകളെല്ലാം ഉണ്ട്. ഉന്നതന്മാരും താഴ്ന്നവരുമായ മനുഷ്യരെ നിലനിർത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും അവരേത് വഴികളിലൂടെ കടന്നുപോയെന്നും അതിനെ അവർ എങ്ങനെ അതിജീവിച്ചുവെന്നും, വിക്ടോറിയസ് ആയ ഒരു മണ്ഡലത്തിൽ തകർക്കപ്പെട്ടു, ജടയാടുകൾ തോൽ ധരിച്ചു, കൊല്ലപ്പെട്ടു, അറുക്കപ്പെട്ടു, മരിക്കുവാനിട വന്നു. എന്നാൽ മറ്റൊരു വശത്ത് അത്ഭുതകരമായി
അവർ തങ്ങളുടെ മരിച്ചവരെ തിരികെ പ്രാപിച്ചു തുടങ്ങി വീര്യപ്രവൃത്തികൾ ചെയ്ത 2 മണ്ഡലങ്ങൾ എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പൊ വിശ്വാസ ജീവിതത്തിൽ ഒരു കൂട്ടർ വിശ്വാസത്താൽ ലഭിക്കുന്ന കഷ്ടതകളെ, സഹനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ മറ്റൊരു കൂട്ടർ അതിനെ വിശ്വാസത്താൽ അതിജീവിച്ചിട്ടുണ്ട്. ഈ 2 മണ്ഡലങ്ങളും, ഈ 2 മണ്ഡലങ്ങളിലും വിക്ടോറിയസ് ആയ ജയാളികളായ മനുഷ്യരെ ദൈവം ഇവിടെ നിരത്തുകയാണ്. എ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്. നമുക്കറിയാം, ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘങ്ങളാണ്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കട്ടിയായ ഒരു 12 മണിക്കോ 1 മണിക്കോ ഒക്കെ ഉച്ച സമയത്ത് പുറത്തോട്ട് ഇറങ്ങിയ ശക്തമായ വെയിലാണ്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു നല്ല ക്ലൗഡ് കണ്ടാൽ, നല്ലൊരു മേഘം നിൽക്കുന്നത് കണ്ടാൽ, നല്ല കാർമേഘം തിങ്ങി നിൽക്കുന്നത് കണ്ടാൽ ഒരുപക്ഷെ നമുക്കൊരു ഭയങ്കര ആശ്വാസമാണ്. നമ്മൾ ആ മേഘങ്ങളെ നോക്കി ഒത്തിരി സന്തോഷിക്കും. കാരണം ഈ കത്തിത്തിളയ്ക്കുന്ന വെയിലിനകത്ത് വാടിപ്പോകാതെ നമ്മളെ ഈ മേഘങ്ങൾ തടയുമല്ലോ, തണുപ്പ് തരുമല്ലോ, ആശ്വാസം തരുമല്ലോ. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ ഈ 11-ാം അധ്യായത്തിൽ എ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്, സാക്ഷികളുടെ ഒരു സമൂഹത്തെ നിരത്തുന്നത്. ഇവർ യഥാർത്ഥത്തിൽ അവർ ജീവിതത്തിൽ നിരത്തുന്ന തെളിവുകൾ സത്യസന്ധമായവയാണ്. നമുക്കൊരു കോടതിയിൽ ഒരു സാക്ഷി അവിടെ ചെന്ന് സാക്ഷ്യം പറയണമെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്ന ഏതൊരു മതമാണ് അതിന്റെ ഒരു ഗ്രന്ഥം തന്നിട്ട് അതിനെ തൊട്ട് സത്യം ചെയ്യണം. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന്. നമ്മൾ പുൾപിറ്റുകളിലേക്ക് നോക്കിയാൽ പ്രസംഗിക്കുന്ന പ്രസംഗകർ അവർ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അവർ വിശ്വസിക്കുന്നതാണോ പ്രസംഗിക്കുന്നത്, അവർ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണോ പ്രസംഗിക്കുന്നത് എങ്കിൽ അവർ സാക്ഷികളാണ്. ജീവിതത്തിൽ ഒരു പാട്ട് പാടാൻ എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിന്റെ തീച്ചൂളയ്ക്കകത്തുനിന്ന് വലിച്ചു പുറത്തിറക്കപ്പെട്ട അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ, രക്ഷപ്പെട്ട അവസ്ഥയിൽ ദൈവം രക്ഷിച്ച മനുഷ്യർ അവിടെ നിന്ന് പാടുമ്പോൾ അതിനൊരു ഭയങ്കര ചാരുതയും ആത്മാർത്ഥതയും വലിയൊരു ആത്മീയ അഭിഷേകവും അതിനകത്ത് വ്യാപരിക്കും. അപ്പൊ ഒരു യേശുദാസിനെ കൊണ്ടുവന്ന് പാടിയാൽ യേശുദാസിന് യേശുവിനെ വലിയ അനുഭവമില്ല. യേശുദാസ് അതുകൊണ്ട് തന്റെ പാട്ട് നന്നാകാൻ ശ്രദ്ധിക്കും. പക്ഷെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹവും കരുതലും ദൈവം നൽകിയ രക്ഷയും അനുഭവിക്കുന്നവർ പാട്ടുപാടുമ്പോൾ ആത്മസാന്നിധ്യം നിറയുന്നു. കാരണം കർത്താവ് അവരുടെ കൂടെയുണ്ട്. അവർ പാടുമ്പോൾ തന്നെ മനുഷ്യരുടെ കണ്ണുകൾ ഈറനണിയുന്നു. അവർക്ക് മനസ്സിലാകുന്നു ഇവർ യഥാർത്ഥത്തിൽ ഈ പാട്ടിന്റെ അകത്ത് ജീവിക്കുകയാണ്. ഇവർ പ്രസംഗിക്കുന്ന ഈ പ്രസംഗത്തിന്റെ അകത്ത് അവരുടെ ജീവിതം നമുക്ക് കാണാൻ കഴിയുന്നു. ഒരുപക്ഷെ ഏത് ശുശ്രൂഷകളിലാണെങ്കിലും ദൈവവചനത്തോട് ദൈവസഭയോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സാക്ഷ്യമാണ് എന്ന് നമുക്ക് ബോധ്യം വരികയാണ്. നമ്മുടെ മുമ്പിൽ ദൈവം സാക്ഷികളെ നിരത്തുകയാണ്. എന്തിനാണ്? നമുക്ക് പതറേണ്ടതില്ല. ജീവിതത്തിൽ കഷ്ടതകളിലൂടെ കടന്നുപോയവരാണ് ഇവർ എന്ന് ദൈവം പറയുന്നു. സാക്ഷികളുടെ പ്രത്യേകത അവരുടെ കഴിഞ്ഞ നാളുകളിൽ അവർ അനുഭവിച്ച വേദനകളെ അവർ മറച്ചു വെച്ചില്ല, അവർ തുറന്നു പറയുകയാണ്. സഹോദരങ്ങളെ, ഞങ്ങൾ കടന്നു പോകുന്നത് ഈ വഴികളിലൂടെ ആയിരുന്നു. ഞങ്ങൾ കടന്നുപോയത് മരണവക്ത്രത്തിലൂടെയായിരുന്നു. ഞങ്ങൾ കടന്നു പോയത് മാരകമായ രോഗത്തിലൂടെയായിരുന്നു. മരണം ഞങ്ങളെ എപ്പോൾ വേണമെങ്കിലും വിഴുങ്ങുമെന്നുള്ള ഭയം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതം കഷ്ടതകളിലൂടെ കടന്നുപോയി, സാമ്പത്തികമായ ഒരുപാട് ഞെരുക്കത്തിലൂടെ കടന്നുപോയി. പക്ഷെ ഞങ്ങളെ ഇവയെല്ലാറ്റിൽ നിന്നും സർവശക്തനായ ദൈവം വിടുവിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം, ഈ മണ്ഡലത്തിൽ അനുഗ്രഹം തരുവാൻ ദൈവം മതിയായവനെന്ന് അവന് പ്രഖ്യാപിക്കാൻ കഴിയുന്നു. അതാണ് സാക്ഷി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. സാക്ഷി എന്ന് പറഞ്ഞാൽ ജനുവിനായി വളരെ കൃത്യതയോടുകൂടെ തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ നമ്മുടെ മുമ്പിൽ നിരത്തുന്നവരാണ്. എ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്. നമുക്ക് അവരെ സെൻസ് ചെയ്തെടുക്കാൻ കഴിയും, നമുക്ക് അവരെ അനുഭവിക്കുവാൻ കഴിയും. നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ശക്തി വെളിപ്പെടുന്നത്, നമ്മുടെ ശക്തി നമ്മളിൽ എത്രമാത്രം ശക്തി ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിലാണ്. നമ്മൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുന്നത്. നമ്മുടെ ഐഡന്റിറ്റി എവിടെയാണ് കിടക്കുന്നത്? ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, ഇയ്യോബിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. പിശാച് ഓർത്തു അവന്റെ ഐഡന്റിറ്റി, അവന്റെ യഥാർത്ഥ സ്വത്വം, അവന്റെ ഒരുപക്ഷെ അഡ്രസ്സ് അവന്റെ വീടിനോട് ബന്ധപ്പെട്ടതാണെന്ന്, അവന്റെ ഭവനത്തോട്, അവന്റെ കുടുംബത്തിലെ ഭാര്യയോട്, അവന്റെ 10 മക്കളോട് ഇതൊന്നും അല്ലായിരുന്നു. അവനുള്ള ആടുമാടുകളും സമ്പത്തുമല്ല അവന്റെ ഐഡന്റിറ്റി നിശ്ചയിച്ചത്. നമ്മൾ പലപ്പോഴും മനുഷ്യരെ വിലയിരുത്തുന്നത് അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ നോക്കിയാണ്. നാളെ ഇന്ന് യാത്ര ചെയ്യുന്ന വാഹനത്തിൽ അവർ യാത്ര ചെയ്യണമെന്ന് നിർബന്ധമില്ല. നാളെ അവർ കഴിയുന്ന ഭവനത്തിൽ അവർ കഴിയണമെന്നില്ല. അപ്പോഴും അവരുടെ ഐഡന്റിറ്റി എവിടെയാണ്? ക്രിസ്തുവിലാണ് ഐഡന്റിറ്റി. നമ്മുടെയൊക്കെ ഐഡന്റിറ്റി വെളിപ്പെടേണ്ടത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ ഒരുവൻ ആയിക്കഴിഞ്ഞാൽ അവൻ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും അവന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തും. എന്നെ തീക്ക് വിഴുങ്ങിക്കളയുവാൻ കഴിയില്ല, എന്നെ കൊടുങ്കാറ്റിനെ നശിപ്പിക്കാൻ കഴിയില്ല,
എന്നെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾക്ക് എന്നെ തളർത്തുവാൻ കഴിയില്ല. എന്റെ ചുറ്റും ആരും കൈയടിച്ചില്ലെങ്കിലും എന്റെ ജീവിതത്തിൽ യേശുവിന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കും, യേശുവിന്റെ നാമത്തെ ഞാൻ ഉയർത്തും എന്ന് ധീരതയോടെ അവരുടെ ജീവിതം വിളിച്ചു പറയുന്നുവെങ്കിൽ അവർ യഥാർത്ഥ സാക്ഷികളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു പ്രതികൂല കാറ്റടിച്ചാൽ നമ്മളിൽ എത്ര പേർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കാതെ വന്നാൽ നമ്മളിൽ എത്ര പേർ ഈ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകും? നമ്മുടെ ഐഡന്റിറ്റി അതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന് തെളിയിക്കപ്പെടുന്നത് നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ്, നമുക്കൊരു പ്രതികൂലം വരുമ്പോഴാണ്. ആരുമില്ലാത്തപ്പോൾ, ആരും താങ്ങുവാനില്ലാത്തപ്പോൾ, ആരും ആശ്വസിപ്പിക്കുവാനില്ലാത്തപ്പോൾ, ചുറ്റും നിൽക്കുന്നവരെല്ലാം ഉയർന്നുയർന്നു പോകുമ്പോൾ നീ താഴ്ത്തപ്പെടുന്ന അനുഭവം നിനക്കുണ്ടാകുന്നെങ്കിൽ നിന്റെ ഐഡന്റിറ്റി കെട്ടപ്പെട്ടിരിക്കുന്നത് നിനക്ക് ചുറ്റുമുള്ള വ്യക്തികളുടെ ആ സവിശേഷതകളുമായി ബന്ധപ്പെട്ടതാണ്. നീ ആഗ്രഹിക്കുന്ന ഉന്നതമായ വിദ്യാഭ്യാസമോ നീ ആഗ്രഹിക്കുന്ന ഉന്നതമായ സാമ്പത്തിക നന്മകളോ ലഭിച്ചില്ലെന്ന് കരുതി നിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഞാനും രക്ഷിക്കപ്പെട്ടവരാണ്. യേശുവിന്റെ രക്തത്താൽ, അമൂല്യമായ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തിന് പ്രിയങ്കരരാണ്. നമ്മൾ അവന് വിലയേറിയവനാണ്. നമ്മളെ അവൻ വീണ്ടെടുത്തിരിക്കുകയാണ്. നമ്മൾ വീണു പോകാനുള്ളവരല്ല, നമ്മൾ നശിച്ചു പോകാനുള്ളവരല്ല. സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ കർത്താവിന്റെ അഭിഷിക്തന്മാരാണ്. നമ്മൾ കർത്താവിന്റെ സ്ഥാനാപതികളാണ്. ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നമ്മുടെ ഐഡന്റിറ്റി ക്രിസ്തുവിലാണെന്ന് മനസ്സിലാകുന്ന ഒരു ഭക്തന് യാതൊന്നിലും ഭയമില്ല. ഇത് തന്നെയാണ് ഈ ദൈവദാസൻ ഇവിടെ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയരേ, നമുക്ക് ശരിക്കും ഈ ലോക ജീവിതത്തിൽ ആവശ്യം റിയൽ വിറ്റ്നസസിനെയാണ്. യഥാർത്ഥ സാക്ഷ്യം നൽകുന്ന സാക്ഷികളെ നമുക്ക് ആവശ്യമുണ്ട്. ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങളെ, നിങ്ങൾ ജീവിതത്തിൽ കടന്നുപോയ വേദനകളെ, ദുഃഖങ്ങളെ, ഭാരങ്ങളെ നിങ്ങൾ മറച്ചു വെക്കരുത്. കാരണം നമ്മൾ സാക്ഷികളാണ്. നിങ്ങൾ എനിക്ക് സാക്ഷികളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം. കാരണം നാളെ ലോകം ഇതുപോലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ നോക്കി അവർക്ക് തിരിച്ചു വരുവാൻ കഴിയും. നിന്റെ ജീവിതത്തെ നോക്കി യേശുവിലേക്ക് അവർക്ക് മടങ്ങി വരാൻ കഴിയും. നിന്നെ നോക്കി അവർക്ക് പ്രത്യാശിക്കുവാനും വിശ്വസിക്കുവാനും കഴിയും എന്നതല്ലേ സത്യം. നമ്മൾ എന്ത് ചെയ്യണം? ബൂമറാങ് എന്ന് പറയുന്ന ഒരു ആയുധം ചില രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കപ്പെടുന്നു. ബൂമറാങ് എന്ന് പറഞ്ഞാൽ എറിയുന്നയാള് എറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് അവന്റെ അടുക്കലേക്ക് തന്നെ വരും. ഇതുപോലെ തന്നെ എവിടെ നമ്മളെ വലിച്ചെറിഞ്ഞാലും യഥാർത്ഥ ക്രിസ്തുവിന്റെ സാക്ഷികൾ മടങ്ങി വരുന്നവരാണ്. എവിടെ വലിച്ചെറിഞ്ഞാലും അവർ എറിയപ്പെടുന്ന അതേ ശക്തിയോടുകൂടെ അവർ തിരിച്ചു വരും. ഒരു ബോള് നമ്മൾ ഒരു ഭിത്തിക്കിട്ടെറിഞ്ഞാൽ എറിയുന്നതിനേക്കാൾ വേഗതയിൽ ചിലപ്പോൾ അത് മടങ്ങി വരും. വി ഷുഡ് ബൗൺസ് ബാക്ക്. ഏത് പൈശാചികൻ നമുക്കെതിരെ എന്തെല്ലാം തെറ്റുകൾ, നമുക്കെതിരെ ഏതെല്ലാം ആയുധങ്ങൾ നിരത്തിയാലും നമ്മൾ തിരിച്ചു വരണം. നമ്മൾ തിരിച്ചു സഭയിൽ വരണം. കർത്താവിനെ ആരാധിക്കണം. ദൈവനാമം മഹത്വപ്പെടണം. ദൈവത്തിന്റെ ശക്തി നമ്മളിൽ ഉണ്ടെന്ന് തെളിയിക്കപ്പെടണം. നീയും ഞാനും ഒരു വിശ്വാസിയാണ്. നിങ്ങളിലും എന്നിലും വ്യാപരിക്കുന്നത് ലോകത്തിന്റെ വ്യാപാരമല്ല, ലോകത്തിന്റെ ശക്തിയല്ല. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കൊക്കെ ഒരു കാര്യം ഉറപ്പിക്കാം, ഞാനും നിങ്ങൾ പരാജയപ്പെടാനുള്ളവരല്ല. നമ്മൾ പരാജയപ്പെടുവാൻ ദൈവം സമ്മതിക്കില്ല. നമ്മുടെ പ്രതികൂല കാറ്റുകളിൽ കർത്താവ് വരും. അവൻ ഇളകുന്ന തിരമാലകൾ നിന്റെ പടകിലെ മുക്കിക്കളയുമ്പോൾ ഇളകാത്ത കാൽവെപ്പുമായി നിന്റെ അടുക്കലേക്ക് അവൻ ഓടി വരും. അവൻ വന്ന് കൽപ്പിക്കും, കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാവുക. നമ്മളോട് പറയും, നിങ്ങൾ ശാന്തമാവുക, നിങ്ങൾ ഭയപ്പെടേണ്ട. അവൻ നമ്മളോടൊരു വാക്ക് മൊഴിഞ്ഞാൽ നമ്മുടെ ഭയം അസ്ഥാനത്താണെന്ന് നമുക്ക് മനസ്സിലാകും. രണ്ട്, നമ്മളിലുള്ള ഭയം നമ്മളിൽ നിന്ന് വിട്ടുപോകും. കാരണം ഇറ്റ്സ് എ കമാൻഡ്മെന്റ്. ഇതൊരു കൽപ്പനയാണ്. ആത്മമണ്ഡലത്തിൽ കൽപ്പിക്കുവാൻ രാജാധിരാജാവായ ദൈവം ഇതാ ഈ പ്രതികൂല കാറ്റിന്റെ മുകളിൽ, കൊടുങ്കാറ്റിന്റെ മുകളിൽ, ഇതാ ഈ തിരമാലകളുടെ മുകളിൽ വന്നിട്ട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ നമ്മുടെ ഉള്ളിലെ ഭയം അപ്രത്യക്ഷമാകുന്നത് മനസ്സിലാകും. ഈ പ്രഭാതത്തിൽ പ്രിയ സഹോദരങ്ങളെ, കടന്നു പോകുന്നത് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണെങ്കിലും ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് യേശു പറയുകയാണ്. 365 ദിവസവും ഓരോ ഭയപ്പെടേണ്ട എന്ന വാക്ക് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഒപ്പിയെടുക്കാൻ കഴിയും. ദൈവവചനം പഠിച്ചിരിക്കുന്ന ദൈവദാസന്മാർ പറയുന്നത് 365 പ്രാവശ്യത്തോളം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. നമുക്ക് അല്പം കൂടെ മുന്നോട്ട് പോകാം. നമ്മളെ ദൈവം എന്തിനാണ് വിളിച്ചത്? ഒരു ഓട്ടം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. നമ്മളെ ഒരു ഓട്ടക്കളത്തിലേക്കാണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഈ ഓട്ടക്കളത്തിലെ പ്രത്യേകത, നമുക്ക് ഭാരം പാടില്ല എന്നുള്ളതാണ്. ഭാരമുണ്ടെങ്കിൽ നമുക്ക് ഓടാൻ കഴിയില്ല. ഭാരം താഴെ വെച്ചാലേ നമുക്ക് അടുത്ത ലെവലിലേക്ക് വളരുവാൻ കഴിയും. അടുത്ത ലെവലിലേക്ക് ഉയരാൻ കഴിയണമെങ്കിൽ ഭാരമില്ലാതിരിക്കണം. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം, ആത്മീയമായി വളരുന്നതിന് ആവശ്യമുള്ള ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിയും, എനിക്ക് ജീവിതത്തിൽ ഈ പ്രതികൂലങ്ങൾ എന്നെ വന്ന് മൂടി
ഞാനൊരു ശവക്കുഴിയിൽ കിടക്കുന്ന അനുഭവത്തിൽ കിടക്കാതിരിക്കാൻ കഴിയണമെങ്കിൽ ഈ ഭാരങ്ങളെയെല്ലാം കുടഞ്ഞെറിഞ്ഞു കളഞ്ഞ് എഴുന്നേൽക്കുവാൻ തയ്യാറാകണം. ഒരു അവസാന പോരാട്ടത്തിന് വേണ്ടി എഴുന്നേറ്റ ശിംശോനെ പോലെ തന്റെ ജീവിതത്തിലെ സകലത്തെയും കുടഞ്ഞൊഴിയുവാൻ, കുടഞ്ഞെറിഞ്ഞു കളയുവാൻ നമുക്ക് ദൈവം ശക്തി തരട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ കഴിയുകയുള്ളൂ. എനിക്ക് എന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ, നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മേൽ എത്ര ഭാരം വന്നാലും ചിലപ്പോൾ അതിന്റെ ഭാരം നമുക്കറിയാൻ കഴിയില്ല. പക്ഷെ ഭാരമായി തോന്നുന്നത് നമ്മൾ എഴുന്നേറ്റ് ഓടണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ്. നമ്മൾ ഒരു സ്റ്റെപ്പ്, ഒരു ചുവട് മുന്നോട്ട് വെച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിമിഷങ്ങളിലാണ് നമുക്ക് അതിന് പോകാൻ പറ്റുന്നില്ല എന്ന ഒരു ഭാരം നമ്മുടെ മനസ്സിലോ നമ്മുടെ ആത്മാവിലോ നമ്മുടെ ജീവിതത്തിലോ അതൊരു ഭാരം. മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ഉപവസിക്കാൻ പറ്റുന്നില്ല, ഒരു കൂട്ടായ്മ ആചരിക്കാൻ പറ്റുന്നില്ല, തിരുവത്താഴത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു ഭാരം നമ്മളെ പിടിച്ചു വലിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യം, നമ്മെ മുറുകെ പറ്റുന്ന പാപവും ഭാരവും വിട്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കണമെന്നുള്ളതാണ്. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത് നടപ്പല്ല, ഒരു ഓട്ടമാണ്. ആ ഓട്ടത്തിന്റെ അകത്ത് പങ്കെടുക്കണമെങ്കിൽ ഈ ഭാരം നമ്മൾ ഒഴിവാക്കണം. ഭാരം എന്ന് പറയുന്നത് പുറമേ നിന്ന് മനുഷ്യർ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാ, കുത്തുവാക്കുകളാ, നമ്മളെ ഒരുപക്ഷെ നിരുത്സാഹപ്പെടുത്തുന്ന മനുഷ്യരുടെ നമ്മളെ തീച്ചൂളയിൽ ദഹിപ്പിച്ചു കളയുന്ന നോട്ടങ്ങളും വാക്കുകളുമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ. പക്ഷേ ഞാൻ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി റിയലായി മാറണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി വന്നത് ഓടാൻ വേണ്ടിയാണ്, ഓട്ടക്കളത്തിലാണെന്ന് മനസ്സിലാകുന്നവർ എന്ത് ചെയ്യണം? അവരുടെ ഭാരങ്ങളെ അവർ തീർച്ചയായിട്ടും ഉപേക്ഷിക്കണം. സങ്കീർത്തനം 55-ാം അധ്യായത്തിൽ 22-ാം വാക്യം പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക എന്നാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം പാപമാണ്, മുറുകെ പറ്റുന്ന പാപം. പാപത്തിന്റെ പ്രശ്നം നമ്മളെ അവൻ വലിച്ചിഴച്ച് അവൻ ആ നരകാഗ്നിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ പുറകോട്ട് വലിക്കുന്ന അകത്തെ ഒരു ശക്തിയാണ് പാപം. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിർത്തിക്കളയാൻ, ചെയ്യുന്ന ഉപകാരങ്ങൾ, നന്മകൾ നിർത്തിക്കളയാൻ, സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ മണ്ഡലം നിർത്തിക്കളയാൻ, വല്ലാതെ റിയാക്ട് ചെയ്യുന്ന ഒരു മണ്ഡലം നമ്മുടെ ഉള്ളിൽ തുറന്നു വരാൻ പിശാചുണ്ടാക്കുന്ന വലിയൊരു പദ്ധതിയാണ് ഈ പാപം. നമ്മളെ അവൻ മാനിപ്പുലേറ്റ് ചെയ്യുന്ന മാനിപ്പുലേറ്ററാണ്. നമ്മുടെ മനസ്സിനെ അവൻ മലീമസമാക്കും. നമുക്ക് പ്രതികരിക്കാനും കോപം തോന്നുവാനും അവിശ്വസിക്കുവാനും സംശയിക്കുവാനും തോന്നുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ അവൻ മലീമസമാക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ എന്തിനാണ് ഇങ്ങനെ ആക്കുന്നത്? കാരണം നമ്മുടെ മനസ്സ് അധൈര്യപ്പെട്ടാൽ, അവിശ്വസിച്ചാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹത്തിൽ നിന്ന് നമ്മളെ അടർത്തി മാറ്റാൻ കഴിയുമെന്ന് പിശാചിന് നന്നായി അറിയാം. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിലെ സമ്പത്ത് എന്താണ്? അവന്റെ വിശ്വാസമാണ്. അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ കാര്യങ്ങൾ സുഗമമായി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ യേശുവാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുത്താൻ പിശാച് ശ്രമിക്കുന്നു. അവസാന ലാപ്പിൽ സമ്മാനം വാങ്ങിച്ചെടുക്കേണ്ട, അവസാന ലാപ്പിൽ ഓടുന്ന വിശ്വാസിയെ പോലും അടർത്തി മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ വളരെ സൂക്ഷ്മതയോടെ ഓടണം. ഒരു കാരണവശാലും നിരുത്സാഹപ്പെടുത്തുന്ന, മനസ്സിനെ മലീമസമാക്കുന്ന ഒരു ചിന്തയും നമ്മുടെ ഉള്ളിലേക്ക് വഴുത്താൻ സമ്മതിക്കരുത്. കാരണം അത് വരുന്നത് ദൈവത്തിൽ നിന്നല്ല, പിശാചിൽ നിന്നാണ്. എന്താ പ്രശ്നം? നീ ഈ ലാപ്പും കൂടെ, ഈ അവസാന റൗണ്ടും കൂടെ ഓടിയാൽ നിനക്ക് പ്രതിഫലമൊരുക്കിയ ദൈവമുണ്ടെന്ന്, നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണെന്ന്, നിന്നെ അടുത്ത നിമിഷം നിനക്ക് വേണ്ടി ഒരുക്കിയ നന്മകൾ നീ കാണാൻ പോവുകയാണെന്ന്, നീ ജീവിതത്തിൽ ഒരു വീടില്ലാത്തവനാണോ, നീ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവനാണോ, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നന്മകൾ കാണാൻ പോവുകയാണെന്ന് പിശാചിന് നന്നായി അറിയാവുന്നതുകൊണ്ട് എന്ത് ചെയ്യും? അവസാന ലാപ്പിൽ വല്ലാത്തൊരു നിരുത്സാഹം, വല്ലാത്തൊരു വിരസത, വല്ലാത്തൊരു അപകർഷത, വല്ലാത്തൊരു ഡിപ്രഷൻ. പ്രിയരെ, മനുഷ്യ ജീവിതത്തിൽ ഇത് ഉണ്ടാക്കുന്നത് ദൈവമല്ല, ഇത് പൈശാചികനാണ്. ഈ അന്ധകാരം നമ്മൾ ഇന്ന് വിട്ടുപോയാൽ അടുത്ത നിമിഷം നമ്മൾ ഈ ഓട്ടം തികച്ച് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തോട് അടുത്തു വരുമ്പോൾ ജീവിതം വല്ലാതെ റഫായി തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വളരെ ദീർഘക്ഷമയോടെ ഈ ഓട്ടം തികയ്ക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അകത്തുള്ള സംഘർഷങ്ങളെ ഉള്ളിൽ ഒതുക്കി മറ്റൊരു മനുഷ്യനായി മാറരുതേ. കോപാക്രാന്തനാകരുത്, ഭയചകിതനാകരുത്. നമ്മുടെ ഉള്ളിലാണ് ഒരു പോരാട്ടം നടക്കുന്നത്. എന്തു വേണം? ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കണമോ, മനുഷ്യരുടെ ഭാഗത്ത് നിൽക്കണമോ? മനുഷ്യരുടെ വാക്ക് കേൾക്കണമോ, ദൈവദാസന്മാരുടെ വാക്ക് കേൾക്കണമോ? ഈ ഒരു സംഘർഷത്തിന്റെ നടുവിൽ നമ്മൾ പരാജയപ്പെടരുത്. നമ്മൾ പിശാചിനോട് പറയണം, ഏ ദുഷ്ട പിശാചേ, നിനക്കെന്റെ മനസ്സിനെ കീഴടക്കാൻ കഴിയില്ല.
എന്റെ മനസ്സ് ഞാൻ ദൈവത്തിന് സമർപ്പിച്ചതാണ്. ഞാൻ യേശുവിന്റെ വചനത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്റെ ദൈവം വരും, അവൻ എന്നെ രക്ഷിക്കും, അവൻ എന്നെ കൈവിടില്ല. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്റെ ജീവിതത്തിൽ ലജ്ജിച്ച് തല താഴ്ത്താൻ അവൻ സമ്മതിക്കില്ല. അവൻ എന്റെ തല കുനിക്കുന്ന ദൈവമല്ല, അവൻ എന്റെ തല നിവർത്തുന്ന ദൈവമാണ്. എന്നെയും എന്റെ കുടുംബത്തെ അവൻ രക്ഷിക്കും, അവൻ അനുഗ്രഹിക്കും, ഞങ്ങളെ അവൻ ഉയർത്തും, അവൻ നമ്മളെ മാനിക്കും എന്ന് വിശ്വാസത്താൽ പിശാചിനോട് പറയണം. പിശാചിനോട് ഒരു കോംപ്രമൈസും പാടില്ല. പിശാചിനോട് എതിർത്ത് നിൽക്കണമെന്നാണ് വചനം പറയുന്നത്. റെസിസ്റ്റ് ദ ഡെവിൾ, എങ്കിൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാണ് യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വേഗതയിൽ പറഞ്ഞു പോകട്ടെ. അല്പസമയപരിമിതിയിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. എന്തെല്ലാം സംഭവിച്ചാലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പിശാചിനോട് പറയുക. യേശുവിന്റെ സ്നേഹത്തെ സംശയിക്കാനാണ് പിശാച് നിന്നെ ഒരുപക്ഷെ ഉദ്യമിപ്പിക്കുന്നത്. നീ നിശ്ചയമായിട്ടും അകത്തൊരു ഫൈറ്റ് ഈ പാപത്തോടുള്ള ബന്ധത്തിൽ നടത്തണം. എന്തിനാണെന്നറിയാവോ? നിനക്ക് വേണ്ടി ഒരു ശക്തി കാത്തു നിൽക്കുകയാണ്. നീ ഈ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തു വരുമ്പോൾ നിനക്ക് വേണ്ടി ഒരു ഉയർപ്പിന്റെ ശക്തി വെയിറ്റ് ചെയ്യുകയാണ്. പിശാചിന് നിന്നെ എങ്ങനെ പുറത്താക്കണമെന്ന് നന്നായി പരിചയമുണ്ട്. പക്ഷേ നീ പറയണം, ഐ ആം സ്റ്റിൽ ഓൺ ദ റേസ്. ഞാൻ ഇപ്പോഴും ഓട്ടക്കളത്തിലാണ്. എന്റെ ഓട്ടത്തെ മാറ്റുവാൻ കഴിയില്ല. ഞാൻ എന്റെ കർത്താവിനാൽ ഞാൻ ഓടും. ഞാൻ നിന്നാൽ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഞാൻ നിന്നാൽ മതിൽ ചാടിക്കടക്കുമെന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ, ദൈവമേ, എന്നെ ശക്തനാക്കുന്ന എന്റെ ദൈവം മുഖാന്തരം ഞാൻ ഈ പരീക്ഷണത്തെ നേരിടാൻ പോവുകയാണ്. ഞാനും എന്റെ കുടുംബവും ഉറച്ചു നിന്ന് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തും. ഞങ്ങൾ കുടുംബമായി ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ അതിനെ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കും. ഞങ്ങൾ ദൈവത്തെ വിട്ടുപോകില്ല. ഞങ്ങൾക്ക് ആരാധിക്കുവാൻ ആരാധനാമൂർത്തിയായി ഒരുവൻ മാത്രം, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പറഞ്ഞ എന്റെ നല്ല ദൈവം, ആ ദൈവത്തെ വിട്ട് ഞാൻ ഒരിക്കലും പിന്തിരിയില്ല എന്ന് പിശാചിനോട് മുഖമടച്ചു പറഞ്ഞാൽ അവൻ നിന്നെ വിട്ടുപോകും. റെസിസ്റ്റ് ദ ഡെവിൾ. പിശാചിന്റെ എല്ലാ ചിന്തകളെ അതിജീവിക്കണം. നിന്നെ വൾനറബിൾ ആക്കാൻ, നിന്റെ മനസ്സിനെ വേറൊരു തലത്തിലേക്ക് മാറ്റുവാൻ വേണ്ടിയാണ് പിശാച് ശ്രമിക്കുന്നത്. അപ്പോൾ നീ എന്ത് ചെയ്യണം? നീ ക്രിസ്തുവിനെ നോക്കണം. നിന്റെ മനസ്സ് മലീമസമാകുന്നു എന്ന് തോന്നുമ്പോൾ, നിരുത്സാഹപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ, ദൈവവചനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു തരുന്ന ഏറ്റവും നല്ല സൂത്രവാക്യം ഇതാണ്: യേശുവിനെ നോക്കി യാത്ര ചെയ്യുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കിയവരെല്ലാം പ്രകാശിതരായിട്ടുണ്ട്. അവരുടെ മനസ്സിലെ വിവർണമായ അവസ്ഥകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. നിരാശകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. രോഗത്തിന് സൗഖ്യം വന്നിട്ടുണ്ട്. അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വിടുതൽ അയച്ചിട്ടുണ്ട്. യേശുവിനെ നോക്കി യാത്ര ചെയ്യുക. ചുറ്റുമുള്ള ആളുകളെ നോക്കണ്ട. പരിഹസിക്കുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന ആരെയും ശ്രദ്ധിക്കേണ്ട. നിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന നിന്റെ ഉള്ളിലെ പാപചിന്തകളെ താലോലിക്കേണ്ട. പകരം യേശു ക്രിസ്തുവിലേക്ക് നോക്കുക. കാരണം വിശ്വാസത്തിന്റെ നായകൻ, നിന്റെ ഉള്ളിൽ വിശ്വാസം ആരംഭിച്ചത് ഈ ക്രിസ്തുവാണെങ്കിൽ പൂർത്തീകരിക്കുവാൻ അവൻ മതിയായവനാ. ഈ പ്രഭാതം ഒരു അനുഗ്രഹത്തിൻ്റെതാകട്ടെ. 10 മണി മുതൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാമല്ലോ. അതുവരെയും നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരിക്കൽ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ അനന്തമായ ശക്തിയാൽ ഞങ്ങളെ ഇതുവരെ സൂക്ഷിച്ചുവല്ലോ, അനുഗ്രഹിച്ചുവല്ലോ. യേശുവേ, നന്ദി നന്ദി നന്ദി. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം കർത്താവേ. പിന്മാറി നശിക്കുവാനല്ല, മുന്നേറി ആത്മരക്ഷ പ്രാപിക്കുവാൻ അടിയങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.